അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം. സൂറത്തുൽ ബലദ് 6-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഖൂലു അഹ്ലക്തു മാലൽ ലുബദ. അവൻ പറയും, ഞാൻ ധാരാളം ധനം തുലച്ചു കളഞ്ഞു എന്ന്. യഖൂലു അവൻ പറയുന്നു, അഹ്ലക്തു ഞാൻ നശിപ്പിച്ചു, മാലൻ സമ്പത്ത്, ലുബദ ധാരാളമായി. ഒരു മനുഷ്യനെയും അയാൾ എങ്ങനെയാകണമെന്ന് എല്ലാ മേഖലകളിലും നിശ്ചയിക്കുന്നത് അയാളുടെ വീക്ഷണമാണ്. സാമ്പത്തികമായി ഒരു മനുഷ്യന്റെ വീക്ഷണം, ഞാൻ എൻ്റെ ശേഷി കൊണ്ടോ ക്ഷേമുഷി കൊണ്ടോ നേടിയെടുത്തതല്ല ഇതൊന്നും, എന്നേക്കാൾ അതെല്ലാമുള്ള എത്രയോ ആളുകൾ പുറത്തുണ്ടായിരിക്കെ അവർക്ക് കിട്ടാത്ത ഇത്രയേറെ സാമ്പത്തിക സുസ്ഥിതി എനിക്കുണ്ടായത് അള്ളാഹു തന്നത് കൊണ്ടാണ്. അതിനാൽ അവൻ തന്ന ധനം അവൻ പറയുന്ന വഴിയിൽ അവന്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും ചെലവഴിക്കണം. എന്നാൽ മറ്റൊരാളുടെ വിചാരം, എൻ്റെ സമ്പത്ത് എൻ്റെ കഴിവാലും എൻ്റെ പ്രാപ്തിയാലും എനിക്കുണ്ടായതാണ്, അതിൽ ആർക്കും പങ്കില്ല, അതിനാൽ ആ സമ്പത്ത് എങ്ങനെ വേണമെങ്കിലും ഞാൻ കൈകാര്യം ചെയ്യും, എൻ്റേത് മാത്രമായ മുതലിൽ വേറെ ആരും ഒന്നും പറയേണ്ടതില്ല. ഇത്തരം വീക്ഷണക്കാർ സ്വാഭാവികമായിട്ടും ദാനധർമ്മങ്ങളോ സൽക്കാര്യങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കാനുള്ള മനസ്ഥിതിയോ ഒട്ടും ഇല്ലാത്തവരായിരിക്കും. അത്തരം ആളുകൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ പറഞ്ഞാൽ പറയും, ഞാൻ കണ്ടമാനം സമ്പത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, തുലച്ചിട്ടുണ്ടല്ലോ, കൊടുത്തിടത്തോളം മതി, ഇനിയൊന്നും കൊടുക്കാൻ എൻ്റെ പക്കലില്ല എന്ന്. ഈ സമ്പത്തൊന്നും താൻ ഈ ഭൂമി വിട്ടേച്ചു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകില്ലെന്നും തനിക്ക് ഈ ഭൂമിയിൽ സൽപ്പേരും മരണാന്തര ജീവിതത്തിൽ തനിക്കൊരു മുതൽക്കൂട്ടുമായി ഈ സമ്പത്ത് ഉണ്ടാകണം. ഒട്ടേറെ ആളുകളുടെ കണ്ണീരൊപ്പാനുള്ള മികച്ച ഉപാധിയാണ് എൻ്റെ സമ്പത്ത്. ഒട്ടേറെ പേരുടെ കണ്ണീരൊപ്പാൻ എൻ്റെ സമ്പത്ത് കൊണ്ട് കഴിയും, അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ കഴിയും എന്ന് ഈ മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തത് ഇയാളുടെ സാമ്പത്തിക വീക്ഷണം കരിപ്പിടിപ്പിച്ചത് എല്ലാം തൻ്റെതാണ് എന്ന ചിന്തയിലാണ്. അയാളുടെ ലുബ്ധത പിശുക്കു മറച്ചു പിടിക്കാൻ വേണ്ടി എനിക്ക് തന്നെ ഒട്ടേറെ ചെലവുകളുണ്ട്, എന്നിട്ടും ഞാൻ കുറെ ചെലവഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിനി ഇത്തരം കാര്യങ്ങൾക്കൊന്നും ചെലവഴിക്കാൻ കഴിയില്ല എന്നാണ് പറയുക. അയാൾ ചെലവഴിച്ചിട്ടുണ്ട്, ഒട്ടും ചെലവഴിക്കാതെ ഇരുന്നിട്ടില്ല. പക്ഷേ ആ ചെലവഴിച്ചത് നല്ല മാർഗത്തിലേയല്ല, തന്റെ പണക്കൊഴുപ്പ് കാണിക്കാൻ, പേരും പെരുമയും ഉണ്ടാക്കാൻ, സ്തുതിപാഠകരെ സൃഷ്ടിക്കാൻ, സമൂഹത്തിൽ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറെ ആളുകളെ വളർത്തിയെടുക്കാൻ, തന്റെ എല്ലാ ആഗ്രഹങ്ങളും സമ്പത്തിലൂടെ നേടിയെടുക്കാൻ, എല്ലാം തനിക്ക് എന്ന ചിന്തയിൽ മാത്രമാണ് ചെലവഴിച്ചത്. കല്യാണം പോലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അധികം സമ്പത്തുള്ള ആളുകളെ തെരഞ്ഞു വിളിക്കുക, ഇത് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവരെ പറ്റെ അവഗണിക്കുക, ചൂതാട്ടങ്ങൾക്ക് ലക്ഷങ്ങൾ മുടക്കുക, തിരിച്ചൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുക, ഇത്തരം സ്വഭാവങ്ങളെല്ലാം ഇവരിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സമ്പത്ത് എവിധമാണോ ചെലവഴിക്കേണ്ടത് അങ്ങനെ ചെലവഴിക്കാതെ ഒരു പ്രയോജനവുമില്ലാത്ത കുറെ കാര്യങ്ങളിൽ ചെലവഴിച്ച് യഖൂലു അഹ്ലക്തു മാലൽ ലുബദ, ഞാൻ കണ്ടമാനം സമ്പത്ത് തുലച്ചു കളഞ്ഞല്ലോ എന്ന് ഇവർ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ സൂക്തം പരാമർശിക്കുന്നത്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചുച്ചരിക്കുക. മാലൽ ലുബദ, ലാമിന് തൻവീൻ വന്നു, ശേഷം ലാമ് തന്നെ വന്നു. സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ലാമോ റാ വന്നാൽ കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതണം. ഇദ്ഗാം ബിലാ ഗുന്ന. യഖൂലു അഹ്ലക്തു മാലൽ ലുബദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ.